നമസ്കാരമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഓരോ കാര്യം ഇത് താണ്ടാ കേരളം. അതായത് കേരളത്തിന്റെ ഓരോ കാര്യം ആലോചിച്ച കുതിരവട്ടം ആസ്പത്രിയുടെ മുമ്പിൽ പെട്ട പോലെയാണ്. ഈ കാലം അത്രയും പ്രതിപക്ഷം വലിയ സമരങ്ങളാണ്. സമരങ്ങൾ, ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അപമാനിക്കൽ എല്ലാം നടക്കുക. ആദ്യമൊക്കെ അല്പം വിഷമമൊക്കെ തോന്നി. കുറെ കഴിഞ്ഞപ്പോൾ അത് കേൾക്കാതിരുന്നാലേ വിഷമമുള്ളൂ എന്നുള്ള സ്ഥിതിയിലെത്തി. മൂപ്പര് തന്നെ നേർക്ക് നേർ നിന്ന് പറയുന്നത് കേട്ടില്ലേ? എന്തെല്ലാം ആക്ഷേപങ്ങൾ, അഴിമതി ആരോപണങ്ങൾ. ഇനിയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഞങ്ങൾ ജയിലിൽ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞാണ് അസംബ്ലി വെച്ച് ഞങ്ങൾ കാറ്റാ പറഞ്ഞു പിരിയുന്നത്. 5 കൊല്ലം മുഖ്യമന്ത്രി പണിയെടുത്തിട്ടും ഇത്രയും ആക്ഷേപം കേട്ടിട്ടുണ്ടെങ്കിൽ മൂപ്പരെന്തെങ്കിലും ചെയ്ത് കാണും ഇല്ലേ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ പഴയ കള്ളനെ ഉൾപ്പെടുത്തുകയാണ്. മാല മോഷ്ടിച്ചോടുന്ന കള്ളൻ, ദേ കള്ളൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കള്ളത്തരവും കൈയോടെ പിടികൂടപ്പെട്ടു. ബിനോയ് വിശ്വം വെറുതെ ഒന്നും പറയൂല. മൂപ്പര് ആക്ഷേപിച്ചതിനൊക്കെ സാക്ഷികളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ആ സർക്കാർ ചെയ്ത ഞെട്ടിപ്പിക്കുന്ന ഭൂമി ഇടപാടിൻ്റെ തലക്കെട്ടുകൾ മാത്രമാണ്. അദ്ദേഹത്തെ കൈയോടെ പിടികൂടിയത് കേരളം ഒരുമിച്ചാണ്. അദ്ദേഹത്തെ പിടികൂടാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും ഉണ്ടായിരുന്നു. സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനാൽ തന്നെ പിടികൂടപ്പെട്ട ഒരു രാഷ്ട്രീയ പെരുങ്കള്ളൻ. ബിനോയ് വിശ്വം മാത്രമല്ല, നമ്മുടെ പിണറായി സഖാവ് വരെ ഇതേ സാക്ഷിയെ വിശ്വസിച്ചു. വി.എസ്. സുധീരനൊക്കെ പറയുന്ന കാര്യങ്ങളിൽ എപ്പോഴെങ്കിലും ഉറച്ചു നിന്നിട്ടുണ്ടോ? ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള ചില ജാടകളെന്നല്ലാതെ മറ്റെന്താണ് അതിൻ്റെ അർത്ഥം? വി.എം. സുധീരൻ ചില നിലപാടുകൾ ആദ്യം എടുത്തു. അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത നമ്മൾ കാണണം. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഈ ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് അഴിമതിയാണ് വ്യാപകമാക്കിയിരിക്കുന്നത്. അങ്ങനെയൊരു നിലപാട് സുധീരൻ മൂപ്പര് എടുത്തോണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ കൂടി പറഞ്ഞത്രേ. അടൂർ പ്രകാശിന് മത്സരിക്കാൻ പറ്റിയില്ല എങ്കിൽ അടൂർ പ്രകാശ് ഒരു പക്ഷേ വിളിച്ചു പറഞ്ഞേക്കാവുന്ന കാര്യങ്ങളെല്ലാം ഉമ്മൻചാണ്ടിയുടെ ഉറക്കം കെടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് കൂടിയാണ് അടൂർ പ്രകാശിനും കൂട്ടുകാർക്കും സീറ്റ് കൊടുത്തില്ല എങ്കിൽ ഞാൻ മത്സരിക്കാൻ ഇല്ല എന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ടല്ലേ അന്ന് ആ സീറ്റ് മുറിക്കൽ ബഹളത്തിനിടയിൽ നമ്മുടെ അടൂര പ്രകാശൻ ഇങ്ങനെ പറഞ്ഞത്. അത്തരം കാര്യങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളവരും എനിക്കെതിരെ അങ്ങനെ പറയാൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അവസരം ഒരുക്കിയിട്ടുള്ളവരും ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായും അറിയും, മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ബാറിന്റെ മന്ത്രി ബാബു ഇങ്ങനെ ചൂടാവണമെങ്കിൽ എന്തെങ്കിലും തീയുണ്ടാവില്ലേ? തീയില്ലാതെ ബാറിന്റെ ബാബു ചൂടാവുമോ? ഞാനെന്തിനാ മാറിയിരിക്കണം? ഞാൻ മാറിയിരിക്കേണ്ട ആവശ്യമാണ്. ഇവരോടൊക്കെ ചോദിച്ചേക്ക്, ഈ ആളുകളോടൊക്കെ ചോദിച്ചേക്ക്. ഞാൻ മാറണമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഈ നിയോജകമണ്ഡലത്തിൽ ഒരു കുഞ്ഞു പോലും ഞാൻ മാറണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇവരോട് ചോദിച്ചാൽ മതി. ഞാനെന്തിനാ എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ല. എൻ്റെ പേരിൽ പ്രശ്നം ആരെങ്കിലും ഒരാൾ ഞങ്ങൾ സാമൂഹിക നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളെടുത്ത നയത്തിൻ്റെ ഭാഗമായിട്ട് നഷ്ടമുണ്ടായ ഒരാൾ കുറേ ആക്ഷേപം പറഞ്ഞു. അതിനെക്കുറിച്ച് പല പ്രാവശ്യം അന്വേഷിച്ചു. ഒരു തെളിവുമില്ല. എൻ്റെ പേരിലൊരു പെറ്റി കേസ് പോലും ഈ രാജ്യത്ത് ഒരു കോടതിയിലും ഇല്ല. പക്ഷേ ഇക്കാര്യം പാർട്ടി അധ്യക്ഷൻ എന്തുകൊണ്ട് ബോധ്യമാകുന്നില്ല? നിങ്ങൾ എനിക്കെന്താ അയോഗ്യത പറ? എന്താ അയോഗ്യത? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ആർക്കെതിരും ഏത് ആരോപണവും പറയാം. അതൊക്കെ നിങ്ങൾ തന്നെ വലിയ പ്രാധാന്യത്തോട് കൂടുന്ന വാർത്ത 24 മണിക്കൂർ നിൽക്കുന്നില്ലല്ലോ. ഇതൊക്കെ അതിനകത്ത് എന്താ ഉള്ളത്? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞാനങ്ങനെ ചെറുതായിട്ട് കാണുന്നു. എനിക്കൊന്നും പറയാൻ പറ്റില്ല.
ഇവരൊക്കെ ഇങ്ങനെ ചൂടാവണമെങ്കിൽ നമ്മുടെ സുധീരൻ മൂപ്പര് എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനും UDF-നും കൂടുതൽ അനുകൂലമാക്കി മാറ്റുന്നതിന് കോൺഗ്രസിൻ്റെയും ജനങ്ങളുടെയും നന്മയെ മുൻനിർത്തി ജനകീയ അടിത്തറ വിപുലമാക്കുന്നതിനും ജനപിന്തുണ ഉറപ്പിക്കുന്നതിനും കൂടുതൽ ഉറപ്പിക്കുന്നതിനും പല നിർദ്ദേശങ്ങളും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോ ചില മന്ത്രിമാരെ മത്സരിപ്പിക്കരുതെന്ന് മൂപ്പര് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറിയ ബുദ്ധി വെച്ച് നോക്കിയാ അങ്ങനെയല്ലേ തോന്നൂ. ഏതെങ്കിലും വ്യക്തിയോടോ വ്യക്തികളോടോ ഉള്ള യാതൊരു വിരോധത്തിൻ്റെയും പ്രശ്നം ഇതിൽ ഉത്ഭവിക്കുന്നില്ല. പ്രശ്നാധിഷ്ഠിതമാണ്. ഇത്രയും ആദർശക്കുഴമ്പനായ മൂപ്പര് തന്നെയാണോ ഈ പ്രസംഗിക്കുന്നത്? പരിചയസമ്പന്നരായ പരിണതപ്രജ്ഞരായ നിയമസഭാ സാമാജികരെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളെ നമ്മുടെ സംസ്ഥാനത്തെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിവാര്യമായിട്ടുള്ള മുതിർന്ന നേതാക്കളെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതുമയ്ക്ക് പ്രാധാന്യം കൊടുത്ത് യുവാക്കൾക്ക്, സ്ത്രീകൾക്ക്, അങ്ങനെ പുതിയ തലമുറയ്ക്ക് വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരു ലിസ്റ്റ് തയ്യാറാക്കുന്ന പണിപ്പുരയിലാണ് ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അവരോടൊപ്പം ഞാനും ഏർപ്പെട്ടിട്ടുള്ളത്. ആ ശ്രമങ്ങളൊക്കെ വിജയകരമായി മുന്നോട്ട് പോയി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണ തുടർച്ച എന്നുള്ള നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായി വിജയകരമായി നേടിയെടുക്കുക എന്ന കാര്യങ്ങളുമായി ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകുക. ഭരണം അത്ര തങ്കപ്പെട്ട ഭരണമായിരുന്നു എന്നല്ലേ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്. ഇന്നും ആ മുദ്രാവാക്യം കൂടുതൽ കൂടുതൽ പ്രസക്തമായി വരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യം ഭരണകൂടത്തിൻ്റെ തണലിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തലോടി തഴുകി തണൽ നൽകി സംരക്ഷിച്ച് ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് പൗരാവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് മനുഷ്യാവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മനുഷ്യരുടെ ഏറ്റവും പരമമായ അവകാശത്തെ പോലും നിഷേധിച്ചുകൊണ്ട് രാജ്യത്തുടനീളം വർഗീയ ശക്തികൾക്ക് അഴിഞ്ഞാടാൻ അവസരമേകിയ മോഡി ഭരണകൂടത്തിനെതിരായി വളരെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശ്രീമതി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കേരള ജനത, കേരളത്തിലെ ജനാധിപത്യ മതേതര മനസ്സ് സോണിയാഗാന്ധിയോടൊപ്പമുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പമുണ്ട്. സുധീരൻ മൂപ്പരുടെ കാര്യം എങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിന്റെ മൊത്തം കാര്യം നോക്കണോ? നോക്കാം ഒരിടവേളയ്ക്ക് ശേഷം. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഭരണത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളാണല്ലോ. അറിയില്ലേ, നമ്മളെ കോൺഗ്രസ്സുകാര് ഗൂഢാലോചന നടത്തി നമ്മളെ പാവം മാണി സാറിനെ നാണം കെട്ടി നാട്ടിലേക്ക് അയച്ചത്. നിയമവ്യവസ്ഥയോട് ഉള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നിയമമന്ത്രി എന്നുള്ള നിലയിൽ നിയമവ്യവസ്ഥയോടുള്ള ആദരവ് സൂചകമായി ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഇതിനാൽ രാജിവെക്കും. എന്നിട്ട് മൂപ്പര് UDF-ന്റെ യോഗത്തിന് പോലും പോവാതെ പൊരേത് കുത്തിയിരുന്നത് ഓർമ്മയുണ്ടല്ലോ. പോയിട്ട് വലിയ കാര്യമില്ല. നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, അത് ഗൗരവമായി UDF പരിഗണിച്ചില്ല. പിന്നെ ഞാൻ ഇതിനെ തിരുവനന്തപുരം വരെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി എന്നുള്ളതേ. എന്നിട്ട് അതേ കാലത്ത് നമ്മളെ നെല്ലൂരെ ജോണിക്കുഞ്ഞ് കയറ് പൊട്ടിച്ചത് ഓർമ്മയുണ്ടോ? എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു തോന്നൽ, ഒരിക്കലും കൊടിയ വഞ്ചന കാണിച്ചവരോടൊപ്പം, ക്രൂരമായി ചതിച്ചവരോടൊപ്പം തുടർന്ന് പ്രവർത്തിച്ചു പോകുവാൻ മാനസികമായി എനിക്കിനി സാധിക്കുകയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. ആര് വഞ്ചിച്ച കാര്യ ഈ ജോണിക്കുട്ടി പറയുന്നതെന്നാണ് അറിയില്ലേ UDF-കാര്. ഏത് ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നവരായി നേതാക്കളൊക്കെ ഈ സമയം വരെ എന്നെ ഇവരാരും വിളിച്ചിട്ടില്ല. PP തങ്കച്ചനൊഴികെ
മുഖ്യമന്ത്രിയോ KPC പ്രസിഡന്റോ രമേശ് ചെന്നിത്തലയോ ഈ നിമിഷം വരെ എന്നെ വിളിച്ചിട്ടില്ല. എന്നിട്ട് ഈ ജോണിക്കുട്ടി മണിയും കിളിച്ച് ഓടിച്ചെല്ലുന്നത് എങ്ങോട്ടാന്ന് അറിയോ? എങ്ങോട്ടാ? മാണി സാറിന്റെ വീട്ടിലേക്ക്. വാതിലടച്ചു. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ ശരിയാക്കി തരാം. ജോണിയുടെ പേര് ഞങ്ങൾ അടുത്ത UDF യോഗത്തിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഈ സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട് രാജിവെച്ച സ്ഥാനങ്ങൾ, ഔഷധി ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ, പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ, UDFിലെ ഉന്നതാധികാര സമിതി അംഗസ്ഥാനത്തു നിന്നുള്ള രാജി ഉൾപ്പെടെ എല്ലാം പിൻവലിച്ചിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി പാലായിൽ പോയി പ്രസംഗിച്ച് ജയിച്ച് സുഖമായി ജീവിച്ചു. എങ്ങനെയുണ്ട് കഥ? ചിന്തിച്ചോടെ. അപ്പോഴേക്കൊന്ന് പോയിട്ട് വരാം. ഷോർട്ട് ബ്രേക്ക്. ഇനി നമുക്ക് മുതലാളിന്റെ കാര്യം പറയാം. നമ്മുടെ വീരൻ മുതലാളി ആളൊരു മുതലാളിയാണെങ്കിലും രാഷ്ട്രീയപരമായ ഒരു സോഷ്യലിസ്റ്റാണ്. മൂപ്പര് ചെന്ന UDF കുടുങ്ങി ശ്വാസം മുട്ടിയപ്പോ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഐക്യജനാധിപത്യ മുന്നണിയുടെ സംഘടനാ സംവിധാനത്തിൽ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ന്യായമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. JDUവിന് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം സംഘടനാ തലത്തിൽ തരേണ്ട കാര്യം കൂടി അടുത്ത അജണ്ടയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ പെട്ടു വരുമ്പോഴാണ് മൂപ്പരുടെ ഏറ്റവും പുതിയ തത്വശാസ്ത്രം പുസ്തകമായി ഇറങ്ങിയത്. ഇപ്പോൾ സോഷ്യലിസ്റ്റുകാരുടെ സ്വാഭാവിക സ്ഥാനം എവിടെയാണ്? അത് ഇടതുപക്ഷത്താണ്. അതിനെപ്പറ്റി യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. അത് ഇടതുപക്ഷത്ത് ഉറപ്പിച്ചിട്ടുള്ള സ്ഥാനമാണ് സോഷ്യലിസ്റ്റുകാരുടെ. അപ്പോൾ സോഷ്യലിസ്റ്റുകാരെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്താണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലെത്തണമെങ്കിൽ തിരുത്തേണ്ടത് തിരുത്തുക തന്നെ വേണം. പുനരാലോചിക്കേണ്ടത് പുനരാലോചിക്കുക തന്നെ വേണം. അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ ചെറുബുദ്ധികൾ എന്താ ധരിച്ച? മൂപ്പര് LDF തന്നെ എത്തുന്നല്ലേ? പക്ഷെ മൂപ്പര് UDF വഴി എത്തിയത് രാജ്യസഭയിലാ. ഇതെങ്ങനെ സാധിച്ചു എന്നല്ലേ? തല പുണ്ണാക്കണ്ട, ശ്രേയു പറഞ്ഞു തരും. അച്ഛൻ്റെ മോനാ ബുദ്ധിജീവി. സഖാവ് പിണറായി പറഞ്ഞതിൽ സ്വാഭാവികമായിട്ടും സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം പിന്തുടരുന്ന ആൾക്കാർ എപ്പോഴും പിന്നെ ഒരു ഇടതു ചായവാണ് സാധാരണ ഉണ്ടാവാറ്. അറിയാമല്ലോ, സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പല കോമൺ ഫാക്ടേഴ്സ്, അതായത് സാമ്പത്തിക നയം, പിന്നെ അതുപോലെ തന്നെ പിന്നെ സോഷ്യൽ ജസ്റ്റിസ്, ഇതിലെല്ലാം ഏകദേശം ഒരേ കാഴ്ചപ്പാടുള്ളവരാണ്. ഇതാണ് പറയുന്നത്. ബുദ്ധിജീവികൾ പറയുന്നതും ചെയ്യുന്നതും നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാ പിന്നെ വേറൊരു മുതലാളിയുടെ കാര്യം എടുക്കാം. UDF വിടുന്നില്ല. ഞാനുണ്ടാക്കിയ UDF എന്നെ പുറത്താക്കണം, ഞാൻ വിടുന്നില്ല. ആ മൂപ്പര മോനും ഇപ്പൊ എവിടാണെന്ന് വല്ല നിശ്ചയുണ്ടോ? ഇപ്പൊ എന്റെയും അച്യുതാനന്ദന്റെയും താല്പര്യം അഴിമതികൾ പുറത്തു കൊണ്ടുവരികയും അഴിമതിക്കെതിരായി ഫൈറ്റ് ചെയ്യുകയും ചെയ്തായതുകൊണ്ട് അച്യുതാനന്ദനും ഞാനും തമ്മിൽ ചേരുന്നതിൽ ഒരു അപാകതയുമില്ല. എനിക്ക് അഭിമാനമേ ഉള്ളൂ. അച്യുതാനന്ദൻ അത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ അഭിമാനമാണ്. LDF ഉണ്ടാക്കിയ വീരനും മോനും UDF ഉണ്ടാക്കിയ പിള്ളേച്ചനും മോനും LDFിൽ. നമ്മളെ കേരളത്തിന്റെ ഒരു പോക്കേ ഇത് താണ്ട കേരളം. എന്തിനാണ് നമ്മൾ രാഷ്ട്രീയത്തിന്റെ കാര്യം മാത്രം നോക്കുന്നത്? ഇന്നാലും മീനഭരണിക്ക് വെടിമരുന്ന് കത്തിയപ്പോ നമ്മളെ സ്വാമി പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയില്ലേ? സനാതന ധർമ്മശാസ്ത്രങ്ങളിലൊന്നും തന്നെ
കരിമരുന്നിനെക്കുറിച്ചോ കരിയെക്കുറിച്ചോ ആനയെക്കുറിച്ചോ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് ആവശ്യമാണെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോലും ഇന്ന് കോടിക്കണക്കിന് രൂപ കരിമരുന്നിന് വേണ്ടിയും ആനയ്ക്ക് വേണ്ടിയും ചെലവഴിക്കുന്നത് കാണുമ്പോൾ ശ്രീനാരായണ ദർശനത്തിൽ നിന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികളായിട്ടുള്ളവർ തന്നെ എത്രത്തോളം അകന്നാണ് നിൽക്കുന്നതെന്നുള്ളതൊരു വസ്തുതയാണ്. രാജേട്ടൻ പറഞ്ഞതും ഓർക്കണില്ലേ? ഈ സംഭവത്തിനും ജില്ലാ ഭരണാധികാരികളെ ലോക്കൽ സിറ്റുവേഷനും ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ വിലയിരുത്തിയിട്ട് ഒരു നിലപാട് സ്വീകരിച്ച് ഭരണത്തിലുള്ള ആൾക്കാർ, നേതൃത്വത്തിലുള്ള ആൾക്കാർ ഇടപെട്ടിട്ട് അതിനെ മാറ്റി ഈ ദുരന്തത്തിന് കളവൊരുക്കി എന്നാണ് പ്രത്യക്ഷത്തിൽ പ്രഥമദൃഷ്ട്യാ തോന്നുന്നത്. ഇങ്ങനെ എല്ലാവരും പാടെ ഒറ്റ സ്വരത്തിൽ വെടിമരുന്ന് വേണ്ട വേണ്ടാന്ന് പറഞ്ഞപ്പോ നമ്മളും കരുതിയത് ഇതൊക്കെ ഒന്ന് നിയന്ത്രിച്ചു എന്നല്ലേ? നിലനിൽക്കുന്ന നിയമങ്ങൾ പര്യാപ്തമാണ്, പക്ഷെ അത് നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ കാണുകയാണ്. ഹെൽമെറ്റ് ധരിക്കണമെന്ന് എല്ലാവരും പറയുന്നു. എത്ര പേര് ഹെൽമെറ്റ് ധരിക്കുന്നുണ്ട്? ഹെൽമെറ്റ് ധരിക്കാത്ത ആളിനെ 100 രൂപ പിഴ അടച്ചാൽ അതുകൊണ്ട് പ്രശ്നം തീരുമോ? അപ്പൊ ഇത്തരം പ്രായോഗികമായ പല പ്രശ്നങ്ങളും നിലനിൽക്കുകയാണ്. പക്ഷെ ഏതായാലും ഈ കാര്യങ്ങളിൽ ഇനി കർശനമായ നടപടി ഉണ്ടാകും. അനധികൃതമായ പടക്കശാലകളെ റെയ്ഡ് ചെയ്യും. എന്തിനാ പാവൻ രാഷ്ട്രീയക്കാരുടെ മാത്രം മേക്കെട്ട് കയറുന്നത്? ഇവിടെ ചാനലുകളില്ലേ, അവര് കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് ചർച്ച നടത്തിയിട്ട് ഇത് തന്റെ കേരളം.